ഓർത്തഡോക്സ് യാക്കോ വിവാദപ്പെട്ട ആളുകളാരും ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നില്ല. എന്തിനാണ് പാസ്റ്റർ ബിനു ഡൊമിനിക് ഈ ഹിന്ദു സമൂഹത്തെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതാണ് അവർ ചോദിക്കുന്നത്? ജോഷ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ അമൃതാനന്ദമയി മഠത്തില് എത്ര സായിപ്പന്മാർ വന്ന് കിടന്ന് തോട്ടത്ത് കിടന്ന് ചെടി നനയ്ക്കാനും അവിടെ ദാസ്യവേല ചെയ്യുന്നുണ്ട്. ഈ സായിപ്പന്മാർ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് മതം മാറി ഹിന്ദുമതം സ്വീകരിച്ച് ഇവിടെ വന്ന് ഇവർക്ക് ദാസവേല ചെയ്യുന്നതിന് ശശികല ടീച്ചറിനും കുഴപ്പമില്ല, ഇവിടുത്തെ ഒരു സംഘപരിവാറുകാർക്കും കുഴപ്പമില്ല, ഇവിടെ BJPക്കും കുഴപ്പമില്ല. എന്നാൽ ഒരു മനുഷ്യൻ അവനെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സാമൂഹിക ഇവരുടെ മതപരമായിട്ടുള്ള ഒരു സംഘടനകൾക്കും സഹായിക്കാൻ മേലാത്ത നിലയിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ, കടം കയറിയോ കുടുംബ പ്രശ്നം കൊണ്ടോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രശ്നം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ നശിച്ച് തകർന്ന് ഇല്ലായ്മയായിപ്പോ. ഇപ്പൊ ജ്യോതിഷന്റെ ഒരു വാക്ക് പറഞ്ഞു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരെയാണ് കർത്താവ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. അങ്ങനത്തെ നിലവാരത്തിലേക്ക് തള്ളപ്പെട്ട് കൈവിടപ്പെട്ട് പോയി കഴിയുമ്പോൾ ഇവർ ഈ പറയുന്ന സംഘടനാ ശക്തികൾക്ക് ആർക്കും അവരെ സഹായിക്കാൻ കഴിയത്തില്ല. ഇവരാരും അവരുടെ വീട്ടിൽ ചെന്ന് വിശേഷം അന്വേഷിക്കത്തില്ല, ഒരു നേരം ഭക്ഷണം കഴിച്ചോ ചോദിക്കത്തില്ല. നമ്മളുടെ ഇടയിൽ സമൂഹത്തിൽ നമ്മുടെ അയൽവക്കങ്ങളിലുള്ള ആരെങ്കിലും ഒരാൾ നമ്മളോട് വന്ന് പറയും, ഇന്നടത്ത് അവർ ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും നാളായി, അല്ലെങ്കിൽ ആ കുടുംബം ആത്മഹത്യയുടെ വക്കി നിൽക്കുക, നമുക്ക് ആ വീട്ടിലൊന്ന് പോയി പ്രാർത്ഥിച്ചാലോ. നമ്മളവിടെ ചെന്ന് ഏതെങ്കിലും ഒരാളെ, ഇന്ന് വരെ ഒരു പാസ്റ്ററോ ഒരു പെന്തിക്കോസുകാരനോ ഞങ്ങളുടെ സഭയിലോട്ട് വാ, ഞങ്ങളുടെ പള്ളിയിലോട്ട് വാ, മതം മാറണമെന്ന് ഇന്ന് വരെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരാൾക്ക് മാറ്റാൻ പറ്റത്തില്ല.